എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ അള്ളാഹു നൽകിയ തീരുമാനത്തിൽ, ഈമാനിൽ, തൗഹീദിൽ, ഇസ്തിഖാമത്തിൽ കൃത്യമായി നിലകൊണ്ടുപോകാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് 2 മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നേട്ടങ്ങൾ നേടാമൊന്ന്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, പഠനം. എന്ത് നന്മയിലേക്കും ആദ്യം അതാണ് വരിക. ഖുർആനിനോളം മഹത്വമുള്ള ഒന്നില്ല. വിശുദ്ധ ഖുർആൻ പഠനത്തിന് കിട്ടുന്ന ഒരവസരവും നിഷേധിക്കാതിരിക്കുക. 2 നവാഫിലും ബഅദൽ ഫറായിദ്, ഫർളുകൾ ചെയ്യുന്നതിന് ശേഷമുള്ള സുന്നത്തുകൾ മുടക്കാതിരിക്കുക. ഒരു സുന്നത്തും നിസാരമായി കാണാതിരിക്കുക. 3 ദവാമു ദിക്രില്ലാഹി ഫിൽ ഖൽബി വൽ ലിസാൻ, ഖൽബ് കൊണ്ടും നാവ് കൊണ്ടും ദിക്റുള്ളവനായി നാവിനെയും ഖൽബിനെയും ദിക്റുള്ള കൊണ്ട് സ്മരിച്ചുകൊണ്ട് അല്ലാഹനെ ഓർത്ത് നനക്കുന്നവനായി മാറുക. 4 തൻവീഉൽ ഇബാദ, വിവിധ തരം ഇബാദത്ത് ചെയ്യുക. വെറും നിസ്കാരം മാത്രമാക്കരുത്. സ്വലാത്തുകൾ വേണം, സ്വദഖകൾ വേണം. അങ്ങനെ വൈവിധ്യങ്ങളായ ഇബാദത്തുകൾ ചെയ്യുക. 5 അസ്സദഖത്തു ഫീ സബീൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗങ്ങൾ കണ്ടുപിടിച്ച് അതിലേക്ക് നമ്മുടെ ഓഹരികൾ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക. 6 ഒരാൾ മരിച്ചതിന് ശേഷവും അയാളെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ ഒരു പിടി നന്മകൾ ഉണ്ടാവുക. നമ്മുടെ ജനാസ ഇങ്ങനെ എടുത്തുകൊണ്ടുപോകുമ്പോൾ, അയാളാണ് എനിക്ക് അന്ന് മരുന്ന് വാങ്ങാനുള്ള പണം തന്നത്, അയാളാണ് എനിക്ക് അന്നൊരു പ്രത്യേക ഘട്ടത്തിൽ ആ പ്രാർത്ഥന പഠിപ്പിച്ചത്, അയാളാണ് എനിക്കെന്നും രാവിലെ ആ സന്ദേശം അയച്ചു തന്നിരുന്നത്, അയാളാണ് എനിക്ക് ആ ഖുർആനിന്റെ ഓഡിയോ എന്നും മുടങ്ങാതെ തന്നത് എന്ന് പറയാവുന്ന നന്മയുടെ പ്രചാരകനായാൽ നമുക്ക് ഇസ്തിഖാമത്തുണ്ട്. 7 വമുജാലസത്തുസ് സാലിഹീൻ, വൃത്തികെട്ട തിന്മകളുടെ തോന്നിവാസികളുടെ കൂട്ടത്തിൽ നിന്ന് മാറി നന്മയുടെ സ്വാലിഹീങ്ങളുടെ നല്ല മനുഷ്യന്മാരുടെ കൂടെയുള്ള നടത്തവും ഇരുത്തവും സഞ്ചാരവും നീ ഉണ്ടാക്കുക. 8 വതളറും ബിസ്സഹർ, അത്താഴത്തിന്റെ സമയത്ത് നമ്മളൊരു അലാറം വെച്ചിരുന്നു, ആ അലാറം ഓഫാക്കാനായിട്ടില്ല, എടുത്തു വെച്ചോ, ഓണാക്കി വെച്ചോ. നമ്മൾ വിനയാന്വിതരായി താഴ്മയോടെ ഭക്തിയോടെ ഇനിയും പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും എഴുന്നേറ്റ് പടച്ച റബ്ബ് ചോദിച്ചോളൂ തരാന്ന് പറഞ്ഞ സമയമാണ്. ആ സമയത്തെ ശരിയായി ഉപയോഗപ്പെടുത്തുക.